അസംബ്ലി തെരഞ്ഞെടുപ്പിന് റാന്നി നിയോജക മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് പഴകുളം മധു ആണല്ലോ. പ്രിയദർശിനി പബ്ലിക്കേഷൻ്റെ തലപ്പത്തിരുന്ന് വായനയും ഒക്കെയായി ജ്ഞാനിയായ മധുവിനെ പറ്റി ചിന്തിക്കുമ്പോൾ അങ്ങനെ വായനാപ്രിയനായ മധു എന്ന് പറയാനാണ് സന്തോഷം തോന്നുന്നത്. അദ്ദേഹത്തെപ്പറ്റി ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് 1776 അമേരിക്കയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച, അവിരാമ പരിശ്രമത്തിലൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ജോർജ് വാഷിങ്ടണെയാണ് ഓർക്കുന്നത്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം അദ്ദേഹം യാതൊരു സ്ഥാനമാനങ്ങളും മോഹിക്കാതെ, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാതെ മാറി നിൽക്കാൻ ശ്രമിക്കുന്നത് കണ്ട് അണികൾ അദ്ദേഹത്തെ വളരെയധികം നിർബന്ധിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് സ്വാതന്ത്ര്യലബ്ധി മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം, അധികാരമോഹം ഒട്ടുമേയില്ല. പുറത്തു നിന്നുകൊണ്ട് ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയെ നോക്കിക്കാണുകയും എന്തൊക്കെയാണ് അതിനനിവാര്യമായത് എന്നത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ശ്രമിച്ചു. കഴിവിൻ്റെ പരമാവധി അദ്ദേഹം മാറി നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അണികൾ വളരെ നിർബന്ധിച്ചു. അവസാനം അണികൾ രോഷാകുലരായി എന്ന് തന്നെ പറയാം. അത്ര സമ്മർദ്ദത്തിൻ്റെ അവസാനമാണ് അദ്ദേഹം ഒരു വട്ടം പ്രസിഡന്റ് പദവിയിലേക്ക് മത്സരിക്കുന്നത്. അങ്ങനെ മത്സരിച്ച് ജയിച്ചു. ആ ഒരു വട്ടം പ്രസിഡൻ്റായിരുന്നപ്പോൾ തന്നെ വലിയ സംഭാവനകളാണ് US-ൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം നൽകിയത്. ആ ഒരു വട്ടം കഴിഞ്ഞ് രണ്ടാമത്തെ വട്ടത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ വീണ്ടും അണികൾ വളരെ സ്നേഹപൂർവ്വം നിർബന്ധിച്ചു, യാചിച്ചു. പക്ഷേ ജോർജ് വാഷിങ്ടൺ പറഞ്ഞു, എന്നേക്കാൾ പ്രഗത്ഭർ വരട്ടെ, അവർക്കും അവസരങ്ങൾ ഉണ്ടാകട്ടെ, ഞാൻ മാത്രമല്ല ഈ അവസ്ഥയിൽ ഈ പ്രസിഡന്റ്ഷിപ്പിന് വേണ്ടി മോഹിക്കേണ്ടതും വരേണ്ടതും. എന്നെപ്പോലെ തന്നെ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഒരുപാട് നേതാക്കന്മാർ ഉണ്ട്, അവരിൽ ആരെങ്കിലും കടന്നു വരട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്നു. എന്തിനാണ് ഈ കഥ പറഞ്ഞത് എന്നല്ലേ, പഴകുളം മധു 20 വർഷം മുൻപ്, അതായത് 2 ദശാബ്ദങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം പഞ്ചായത്തി രാജിൽ സ്ഥാനമാനങ്ങൾ വഹിച്ചിരുന്നു. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ 20 വർഷമായിട്ട് അദ്ദേഹം അങ്ങനെയുള്ള യാതൊരു സ്ഥാനമാനങ്ങളും വഹിച്ചില്ല, യാതൊരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും മത്സരിച്ചതുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു അധികാരമോഹിയല്ല. പക്ഷേ തൻ്റെ കൈകളിൽ എത്തുന്ന എന്തിനേയും വളർത്തി വലുതാക്കി എടുക്കാൻ താല്പര്യമുള്ളവനാണ് എന്ന് പ്രിയദർശിനി പബ്ലിക്കേഷൻ്റെ വളർച്ചയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പോൾ അദ്ദേഹം ഈ റാന്നി മണ്ഡലത്തിൽ മത്സരിക്കുന്നു ആദ്യമായിട്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ കേരളത്തിലെ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും എത്ര പ്രാവശ്യം അസംബ്ലി സീറ്റിലേക്ക് മത്സരിച്ച് ജയിച്ചു, തോറ്റു, മന്ത്രിയായി, അല്ലെങ്കിൽ അങ്ങനെ MP ആയി, ഇങ്ങനെ പല ഏതെങ്കിലുമൊക്കെ അധികാരങ്ങളൊക്കെ കയ്യാളി, വീണ്ടും കയ്യാളി, എന്നിട്ട് പോലും തൃപ്തി വരാതെ മറുകണ്ഠം ചാടുന്നവരും അല്ലാത്തവരും ഒക്കെ ആയിട്ടുള്ളവർ ധാരാളമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം, ഒരു രാജ്യമാണ് ഇന്ത്യ. അങ്ങനെയുള്ള ഒരു സ്ഥാനത്താണ് 20 വർഷത്തേക്ക് യാതൊരു സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ശ്രമിക്കാതെ നിശബ്ദനായി നിന്നിട്ട് ഇപ്പോൾ അദ്ദേഹം മത്സരത്തിന് ഇറങ്ങുന്നത്. തീർച്ചയായും അദ്ദേഹം മത്സരത്തിൽ ജയിച്ച് ഒരു അസംബ്ലി മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ അസംബ്ലി മണ്ഡലത്തിൻ്റെ വളർച്ച തീർച്ചയായിട്ടും ഉറപ്പാണ്. കാരണം അത്രയ്ക്കും ദത്തശ്രദ്ധനായിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ അസംബ്ലി നിയോജക മണ്ഡലത്തെ പരിരക്ഷിക്കുന്നത്. അത്ര നന്നായിട്ട് അദ്ദേഹം പഠിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനും. അപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് ഈ പറയപ്പെട്ട റാന്നി മണ്ഡലത്തിൻ്റെ പ്രത്യേകതകളാണ് നമ്മൾ കൃത്യമായിട്ടും ഓർത്തിരിക്കേണ്ടത്. അതായത് റാന്നി ശബരിമല കുടികൊള്ളുന്ന സ്ഥലമാണ്. അപ്പോൾ ശബരിമല കുടികൊള്ളുന്ന സ്ഥലമാണ് എന്നതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെ സാധ്യതകൾ ഉണ്ട് എന്നോർക്കാം. ആ സാധ്യതകൾ ഒന്നാമത് തന്നെ നമ്മൾ പറയേണ്ടത് ഹെറിറ്റേജ് ടൂറിസത്തിനുള്ള സാധ്യതകളാണ്. അതായത് ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം പിൽഗ്രിംസ് വന്നു പോകുന്ന ഒരു സ്ഥലമാണ്,
ഒരു പ്രതിഷ്ഠാ സ്ഥലമാണ് ശബരിമല എന്ന് പറയുന്നത്. അപ്പോൾ ആ ശബരിമലയെ ഒരു ഹെറിറ്റേജ് ടൂറിസത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട്, ഹെറിറ്റേജ് ടൂറിസത്തിന് വലിയ ഊന്നലാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ കഴിഞ്ഞ ബജറ്റിൽ ഇപ്പോൾ അവതരിപ്പിച്ച ബജറ്റിലും കൊടുത്തിരിക്കുന്നത്. ആ ഹെറിറ്റേജ് ടൂറിസത്തിനുള്ള സാധ്യതകൾ കണ്ടറിഞ്ഞ് ശബരിമലയെ വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതുമാത്രം മതി പത്തനംതിട്ട ജില്ലയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഫണ്ട് വന്നു ചേരാനുള്ള ഒരു ഉറവിടം. അത്രയ്ക്ക് ശക്തമാണ് അവിടുത്തെ ടൂറിസം പൊട്ടൻഷ്യൽ, അതായത് ഹെറിറ്റേജ് ടൂറിസം അഥവാ പിൽഗ്രിം ടൂറിസം. അങ്ങനെ പിൽഗ്രിംസ് വന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം, ആ ചെയ്യേണ്ടതെല്ലാം കൃത്യമായി ചെയ്ത് ഒരു വലിയ ഹെറിറ്റേജ് ടൂറിസം സെൻ്ററായി ശബരിമലയെ ഉയർത്തിക്കൊണ്ടുവരണം. അതിനായിട്ട് ശബരി റെയിൽ, നമ്മൾ വളരെ വർഷങ്ങളായി ശബരി റെയിലിന് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ഇതുവരെയും സാധ്യമായിട്ടില്ല. അതുപോലെ തന്നെയാണ് ഒരു എയർപോർട്ട്, ശബരിമലയിലേക്കുള്ള തീർത്ഥാടകർക്ക് വന്നു പോകാനുള്ള ഒരു എയർപോർട്ട്. കാരണം ശബരിമലയിൽ അടുത്ത സംസ്ഥാനക്കാർ മാത്രമല്ല, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും വരുന്നു, വിദേശത്ത് നിന്ന് പോലും പിൽഗ്രിംസ് വരുന്നു. അങ്ങനെ പിൽഗ്രിംസ് വരുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ റെയിൽ ട്രാഫിക്, എയർ ട്രാഫിക്, മറ്റെല്ലാ തരം ട്രാഫിക് സാധ്യതകളും ഒരുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ ഒരുക്കുമ്പോൾ തന്നെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും അവിടെ ആവശ്യമാണ്. 14 ജില്ലകളിലും ഓരോ മെഡിക്കൽ കോളേജുകൾ അനുവദിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നാം ഇപ്പോൾ സ്മരിച്ചു പോകുന്നു. കാരണം 14 ജില്ലകളിലും മെഡിക്കൽ കോളേജ് ആരംഭിച്ചത് ആ ജില്ലകളുടെ ഒക്കെ വളർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു. അവർക്ക് അവിടെയൊക്കെ വേണ്ട ചികിത്സാ സൗകര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. കാരണം ഈ മലയോര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരു ചികിത്സ തേടി പത്തനംതിട്ടയിൽ ഒരു മെഡിക്കൽ കോളേജ് ഇല്ലെങ്കിൽ, ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇല്ലെങ്കിൽ കോട്ടയം വരെ എത്തിയാലാണ് ആ സൗകര്യം അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുക. അപ്പം അങ്ങനെയല്ല വേണ്ടത്. ഓരോ ജില്ലയും കാടും മേടും നിറഞ്ഞ ഈ കേരളത്തിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ടോപ്പോഗ്രഫിയുള്ള ഈ കേരളത്തിൽ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഓട്ടം, അതിൻ്റെ ആ തീവ്രത കുറയ്ക്കുക, നല്ല ചികിത്സ എവിടെയും ലഭ്യമാക്കുക. അതിനു വേണ്ടിയാണ് 14 ജില്ലകളിലും ഓരോ മെഡിക്കൽ കോളേജ് അദ്ദേഹം വരട്ടെ എന്ന് ആശംസിച്ച് ആഗ്രഹിച്ച് അതിനുവേണ്ടി നടപടികളെടുത്തത്. പക്ഷേ നമുക്കറിയാം ഈ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് LDF ഗവൺമെൻറ് ഈ പറയപ്പെട്ട മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഒന്നും തന്നെ കാര്യമായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പത്തനംതിട്ടയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ തന്നെയും ആ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്താണ്, അതിനെ എങ്ങനെ വളർച്ചയിലേക്ക് കൊണ്ടുവരാം? അതുപോലെ തന്നെ ഈ ഹെറിറ്റേജ് ടൂറിസം പ്രോത്സാഹിപ്പിച്ച് ശബരിമലയിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ സൗകര്യാർത്ഥം ആയുഷ് സൗകര്യങ്ങൾ വന്ന എല്ലാത്തരം കെയറും ആരോഗ്യ, അതായത് യുനാനി മുതൽ ആയുർവേദം തൊട്ടുള്ള യോഗ തൊട്ടുള്ള എല്ലാത്തരം കെയറും കിട്ടുന്നതായിരിക്കും ഒരു ആയുഷ് സൗകര്യം അവിടെ ഒരുക്കുകയാണെങ്കിൽ. അപ്പോൾ അത്തരം സൗകര്യങ്ങൾ എങ്ങനെ ഒരുക്കണം, ഇതൊക്കെ ഈ കാൻഡിഡേറ്റിൻ്റെ മനസ്സിലുള്ള ചിന്തകളാണ്, പങ്കുവെച്ചിട്ടുള്ള, അദ്ദേഹം എന്നെപ്പോലുള്ളവരുമായിട്ട് പങ്കുവെച്ചിട്ടുള്ള ചിന്തകളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആയുഷ് സൗകര്യം എങ്ങനെ സജ്ജമാക്കാം, പിൽഗ്രിമിനായിട്ട് വരുന്ന അല്ലെങ്കിൽ ശബരിമല ശാസ്താവിൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക് ആവശ്യങ്ങൾ വന്നാൽ അങ്ങനെ ഒരു സ്ഥിരം സംവിധാനമായിട്ട് ഈ ആയുഷ്, അതുപോലെ തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ഇതൊക്കെ അവിടെ വളർന്ന് വരേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ അതേപ്പറ്റിയൊക്കെ വളരെയധികം ശ്രദ്ധാലുവാണ് ഇദ്ദേഹം എന്ന കാര്യമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊന്ന്, ശബരിമലയെ പറ്റി പറയുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന, അതായത് എല്ലാ വാർത്താമാധ്യമങ്ങളും വ്യക്തികളും വിശ്വാസികളും ചർച്ച ചെയ്യുന്ന ഒന്നാണ് സ്വർണ്ണക്കൊള്ള. അത് അവിടെ ഇരിക്കട്ടെ. സ്വർണം കൊള്ള ചെയ്യപ്പെട്ടുവെങ്കിൽ തീർച്ചയായും നമുക്കറിയാവുന്ന പല കഥകളുമുണ്ട്. അതായത് മക്കൾ ഉണ്ടാകാത്തത് കൊണ്ട് 40 ദിവസം വ്രതമെടുത്ത് ശബരിമലയിൽ പോയി ശാസ്താവിൻ്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുന്നവർക്ക് സന്താന ലഭ്യത ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ശാസ്താവിൻ്റെ ശക്തിയെപ്പറ്റി നമുക്ക് ആർക്കും സംശയമില്ല, അത് കുറച്ച് കാണേണ്ട കാര്യമില്ല. സ്വർണം മോഷണം പോയെങ്കിൽ കൃത്യമായിട്ട് ആളെ സഹിതം ശാസ്താവ് ജനങ്ങളുടെ മുൻപിൽ കൊണ്ടുവരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
ഇപ്പോൾ പഴകുളം മധു ഒരു MLA ആയി വിജയിച്ച് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർവ്വ കഴിവുകളും ആ കണ്ടെത്തലിന് വേണ്ടി പ്രയോഗിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരു സത്യസന്ധനായ ഒരു ജനസേവകനാണ് എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ താല്പര്യങ്ങൾ അറിയുമ്പോൾ നാം മനസ്സിലാക്കുന്നത് അദ്ദേഹം ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ജനസേവകൻ. അദ്ദേഹം വലിയ എന്താണ് പറയുക, അധികാര പ്രമത്തതയുള്ളവനോ കൊതിയുള്ളവനോ അല്ല. ഒരു ടേം കിട്ടിയാൽ ആ ടേം കൊണ്ട് എൻ്റെ ജില്ലയെ എങ്ങനെ നന്നാക്കാം, ഇതാണ് അദ്ദേഹത്തിൻ്റെ ചിന്തയിലുള്ളത്. അപ്പോൾ പിന്നെ അവിടുത്തെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് പ്രവാസികൾ, ധാരാളം പ്രവാസികൾ, അതായത് പത്തനംതിട്ട ജില്ല തന്നെ ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെമിറ്റൻസസ് കൊണ്ടുവന്നിട്ടുള്ള കേരളത്തിലെ ജില്ലകളിൽ ഒന്നാണ്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, അവിടെ പണിയൊക്കെ തീർന്ന് വലിയ ബംഗ്ലാവ് പോലെയുള്ള വീടുകളൊക്കെ ഇപ്പോൾ ആൾതാമസമില്ലാതെ കിടക്കുന്നു. കാരണം ഇപ്പോഴത്തെ ബ്രെയിൻ ഡ്രെയിൻ, ഈ ജനറേഷനിലെ കുട്ടികളൊക്കെ ഒരുപാട് പേര് പുറത്തേക്ക് പഠിക്കാനായിട്ടും ജോലി തേടിയും ഒക്കെ പോകുന്നു. അപ്പോൾ കേരളത്തിലെ തൊഴിലില്ലായ്മ, കേരളത്തിലെ വിദ്യാഭ്യാസ സാധ്യതകളുടെ ക്വാളിറ്റി മോശമായിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ കൊണ്ടാണ് ഈ ബ്രെയിൻ ഡ്രെയിൻ. അത് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വലിയ തോതിലുണ്ട്. അപ്പം അത് പറയാറുണ്ട്, അതിനൊക്കെ പരിഹാരം എന്താണ്? ഇവിടെ തന്നെ നല്ല ബിസിനസ് സൗകര്യങ്ങൾ, ചെറിയ ചെറിയ വ്യവസായി, കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ്, കുടുംബശ്രീ സംരംഭങ്ങൾ പോലെ പിന്നെ പഠിച്ച് ജയിച്ച് വരുന്നവർക്ക്, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവർക്ക് സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാധ്യതകൾ അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ തന്നെ ഒരു ഓഫർ, ഒരു പ്രോമിസ് എന്താണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം? കോൺഗ്രസ്സാണ് ഭരണത്തിൽ വരുന്നത് എങ്കിൽ 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ യുവജനങ്ങൾക്ക് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള വായ്പ കിട്ടുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ല മാത്രമല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിലും യുവജനങ്ങൾക്ക് സ്വന്തം സ്റ്റാർട്ടപ്പുകൾ, സ്വന്തം സംരംഭങ്ങൾ തുടങ്ങാം. പലിശരഹിത വായ്പയാണല്ലോ. സ്വന്തം സംരംഭങ്ങൾ തുടങ്ങാം. ആ സംരംഭങ്ങൾ വിജയിക്കാനുള്ള സർവ്വ സാധ്യതകളും കേരളത്തിലുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വിള വൈവിധ്യമാണ്. വിവിധ തരം വിളകൾ. ഇപ്പോൾ റബ്ബർ തന്നെ എടുക്കുക. 2016-17 ബജറ്റിൽ ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞിരുന്നു, സിയാൽ മോഡൽ ഒരു റബ്ബർ കമ്പനി കേരളത്തിൽ കൊണ്ടുവരും. സിയാൽ മോഡൽ എന്ന് പറഞ്ഞാൽ കൊച്ചിൻ എയർപോർട്ട് ലിമിറ്റഡ്. അത് എപ്പോഴും അതായത് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനിൽ നടത്തുന്ന ആ സിയാൽ കമ്പനി എപ്പോഴും വലിയ ലാഭത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യവും 30-35% ഇടയ്ക്കാണ് അതിൻ്റെ ലാഭവിഹിതം. അപ്പോൾ അങ്ങനെ ലാഭത്തിൽ ഓടുന്ന തരം ഒരു റബ്ബർ കമ്പനി കേരളത്തിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞ് റബ്ബർ കർഷകരെ രക്ഷിക്കാനാണ്. പക്ഷേ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴുണ്ട് പേപ്പർ മില്ലിരുന്ന സ്ഥലത്ത് ഒരു ചെറിയ ബിൽഡിങ് ഇനോഗ്രേറ്റ് ചെയ്ത് അവിടേക്ക് സിയാൽ കമ്പനിയുടെ റബ്ബർ കമ്പനിയുടെ ആൾക്കാരോട് വന്ന് താല്പര്യമുള്ളവരെ ക്ഷണിച്ചിരിക്കുന്നു. അത് എന്ത് നടക്കാനാണ്? ഈ 10 വർഷം കൊണ്ട് ചെയ്യാത്തതാണ് ഇപ്പോൾ വെറുതെ നമ്മളെ പരിഹസിക്കാൻ വേണ്ടി. ആ സ്ഥാനത്ത് ശരിക്ക് മധുവിനെ പോലെയുള്ളവർ MLA ആയി വരികയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ അത്യാവശ്യം മനസ്സിലാക്കി, ഇപ്പോൾ സിയാൽ മോഡൽ കമ്പനിയല്ല, ഈ പറയപ്പെട്ട 5 ലക്ഷം പലിശരഹിത വായ്പ കിട്ടി അതുകൊണ്ട് നടത്താവുന്ന വ്യവസായ യൂണിറ്റ് തുടങ്ങുക. അത് സ്റ്റാർട്ടപ്പ് ആകട്ടെ എന്തുമാകട്ടെ അങ്ങനെ തുടങ്ങുക. ആ തരത്തിൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുമ്പോൾ അതിൽ കുറേയൊക്കെ വിജയിച്ചാൽ മതി. ആ വിജയിച്ച സ്റ്റാർട്ടപ്പുകളിൽ പിടിച്ച് കയറിക്കൊള്ളും നമ്മുടെ യുവജനങ്ങൾ. അവർ ബുദ്ധിയില്ലാത്തവരോ വിദ്യാഭ്യാസമില്ലാത്തവരോ സാഹചര്യങ്ങളെ ചൂഷണം ചെയ്യാൻ അറിയാത്തവരോ അല്ല. അതിനൊരു കൈ സഹായമാണ് അവർക്ക് വേണ്ടത്. ആ ഒരു കൈ സഹായമാണ് ഈ 5 ലക്ഷം ഇൻട്രസ്റ്റ് ഫ്രീ വായ്പ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യം അത് മധു ജയിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ല രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്തും. അതുപോലെ മറ്റൊരു ഓഫറാണല്ലോ കോൺഗ്രസ് വെച്ചിരിക്കുന്നത്, 25 ലക്ഷത്തിൻ്റെ കുടുംബ ഇൻഷുറൻസ്. അത് ഉമ്മൻചാണ്ടി മോഡൽ കുടുംബ ഇൻഷുറൻസ് ആണ്. ഉമ്മൻചാണ്ടിയാണ് 2013-14 കാലഘട്ടത്തിൽ കാരുണ്യ ലോട്ടറി കൊണ്ടുവരുന്നത്. കാരുണ്യ ലോട്ടറി കൊണ്ടുവന്നത് എന്തിനാണ്? അന്നത്തെ ലോട്ടറിയുടെ ഡയറക്ടറായിരുന്ന ബിജു പ്രഭാകർ IAS ആണ് ഇങ്ങനെ ഒരു കാരുണ്യ ലോട്ടറി തുടങ്ങിയാൽ അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ട് പാവപ്പെട്ട രോഗികളെ സഹായിക്കാമെന്ന ആശയം
മാണി സാറിൻ്റെയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും മുൻപിൽ വയ്ക്കുന്നത്. അവരത് അംഗീകരിക്കുന്നു. അങ്ങനെ കാരുണ്യ ലോട്ടറി തുടങ്ങി. കാരുണ്യ ലോട്ടറിയുടെ ഫണ്ട് കൊണ്ട് കാരുണ്യ ബെനവളൻ്റ് ഇൻഷുറൻസ് സ്കീം തുടങ്ങി. അതുവഴിയായിട്ട് ക്യാൻസർ രോഗികൾ, ലിവർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ട് പേഷ്യൻസ്, ഇങ്ങനെയുള്ള 5 തരം രോഗങ്ങൾക്ക് തീരെ പാവപ്പെട്ടവർക്ക് സ്വന്തം സഹായിക്കാൻ പ്രാപ്തിയില്ലാത്തവർക്ക് സഹായം ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ അത്തരം ആ 25 ലക്ഷമാണ് കുടുംബത്തിന് ഇതായിട്ട് കിട്ടുക. അപ്പോൾ അത്തരം സ്കീമൊക്കെ കൃത്യമായിട്ട് ജനങ്ങളുടെ അടുക്കിലേക്ക് കൊണ്ടുവരുവാനും ആർക്കൊക്കെയാണ് അതിൻ്റെ ആ സ്കീമിൻ്റെ ബെനിഫിറ്റ് കിട്ടേണ്ടത്, അത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് സഹായവും ചെയ്തു കൊടുക്കാനും പ്രാപ്തിയുള്ള മനസ്സുള്ള ഒരു നല്ല MLA ആയിരിക്കും മധു എന്നതിന് യാതൊരു സംശയവുമില്ല. അതുമാത്രവുമല്ല, അതോടൊപ്പം തന്നെ നമ്മൾ ഓർത്തു നോക്കേണ്ടത് പത്തനംതിട്ട ജില്ല പോലെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വയോജനങ്ങളുടെ എണ്ണം കൂടുതലാണ്. അതായത് 146 കോടി 39 ലക്ഷം ജനങ്ങളുള്ള ഇന്ത്യയിൽ ഓൾ ഇന്ത്യ തലത്തിൽ 7% മാത്രമാണ് 60 വയസ്സിന് മുകളിലുള്ളവർ. പക്ഷേ കേരളത്തിൽ 60 വയസ്സിന് മുകളിലുള്ളവർ 22% എന്ന് വെച്ചാൽ 3 ഇരട്ടി, ഓൾ ഇന്ത്യ തലത്തിലുള്ളതിൻ്റെ 3 ഇരട്ടിയാണ് കേരളത്തിൽ. അപ്പോൾ ഒരു വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു മന്ത്രാലയമാണ് കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ വാക്ക് തരുന്നത്. ആ മന്ത്രാലയം വന്നു കഴിഞ്ഞാൽ ആ മന്ത്രാലയത്തിൻ്റെ കീഴിൽ, അതായത് 60 കഴിഞ്ഞവർക്കുള്ള 3000 രൂപയായിട്ട് അവരുടെ പെൻഷൻ വർദ്ധിപ്പിക്കും. ആ മന്ത്രാലയം വഴിയായിട്ട് ഈ ജനങ്ങളെ, ഈ 60 കഴിഞ്ഞവരെ ചേർത്ത് നിർത്തി അവരിൽ സിൽവർ ഡിവിഡൻഡ് എന്ന് വെച്ചാൽ ആ പ്രായത്തിനേക്കാൾ ഉപരിയായിട്ട് ആരോഗ്യകരമായി സന്തോഷകരമായി അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അനായാസകരമായ സന്തോഷകരമായ വാർദ്ധക്യത്തിന് ശേഷം ഒരു മൃത്യു, അതാണ് സഹായിക്കുക. അങ്ങനെ സിൽവർ ഡിവിഡൻഡ് അനുഭവിക്കത്തക്ക ഭാഗ്യം കൊടുക്കത്തക്ക രീതിയിൽ ഈ പറയപ്പെട്ട മന്ത്രാലയം വരട്ടെ, ആ മന്ത്രാലയത്തിൻ്റെ പ്രവർത്തനം വരട്ടെ. അപ്പോൾ പത്തനംതിട്ട ജില്ല എല്ലാം കൊണ്ടും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ്. അതായത് ഏറ്റവും കൂടുതൽ പ്രവാസികൾ അവിടെ നിന്ന് ഉണ്ടായിരുന്നു. അവരയച്ചിരുന്ന ആ പ്രവാസി ഫണ്ട് റെമിറ്റൻസ് കേരളത്തിന് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഉള്ള കൺസ്ട്രക്ഷൻ സെക്ടറിലൊക്കെ ധാരാളം പേർക്ക് ജോലി കൊടുത്ത് അങ്ങനെയൊക്കെ കേരളത്തെ വളർച്ചയെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ജില്ല, ആ ജില്ലയിൽ പരമയോഗ്യനായ ഒരു MLA ആണ് പഴകുളം മധുവിന് പ്രവർത്തിക്കാൻ കഴിയുക. അതുകൊണ്ട് മധുവിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊള്ളുന്നു.